ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇല്ല സാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫ്രാൻസ് 2 ഗോളിന് ജർമ്മനിയെ തോൽപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ലീഗിൽ 3-ാം സ്ഥാനം അവർക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. എംബാപ്പയും ഒലീസയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ട് ടീമും ഇപ്പോൾ തോറ്റു പോയിട്ടുള്ളതാണ് സെമിയിൽ. അപ്പം ലൂസേഴ്സ് ഫൈനലായിരുന്നു. അപ്പം 3-ാം സ്ഥാനം ഇപ്പം ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ട്. ഫ്രാൻസ് സ്പെയിനുമായിട്ട് തോറ്റു, ജർമ്മനി പോർച്ചുഗലുമായിട്ട് തോറ്റു. ഗൈസ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ റാഷ്ഫോർഡിനെ സ്വന്തമാക്കാൻ ഇപ്പം ബാഴ്സലോണ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. ഗൈസ് ഈ അപ്ഡേറ്റ് കുറച്ച് നാളായിരുന്നു വരാൻ തുടങ്ങിയിട്ട്. ഇപ്പം വരുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ റാഷ്ഫോർഡിനെ സൈൻ ചെയ്തെന്നാണ്. റാഷ്ഫോർഡ് ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ്. ഇപ്പം ബാഴ്സലോണയ്ക്ക് ലെഫ്റ്റ് വിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തായാലും റാഷ്ഫോർഡ് ഒരു നല്ല പ്ലെയർ തന്നെയാണ്. ടീമിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ ഇറക്കാൻ സാധ്യതയുള്ളൂ, കാരണം റാഫീനയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് അടുത്തതെന്ന് വെച്ചാൽ സ്പെയിൻ പോർച്ചുഗൽ മാച്ച് ഇന്ന് വൈകിട്ടാണ്. അപ്പം ആര് ജയിക്കുമെന്ന് എന്തായാലും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഗൈസ് റൊണാൾഡോ വേഴ്സസ് യമാലൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. എന്തായാലും എനിക്ക് രണ്ട് ടീമേ ഇഷ്ടമെന്ന് വെച്ചാൽ പോർച്ചുഗൽ ജയിക്കണമെന്നാണ്, പക്ഷേ സാധ്യത കൂടുതൽ സ്പെയിൻ ജയിക്കാനാണ്. ടാലൻ്റാണ് ഫുള്ള്. ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ടീം ജയിക്കുന്നു, സ്പെയിനാണോ പോർച്ചുഗലാണോ ജയിക്കുന്നതെന്ന് എന്തായാലും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.